ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ നമ്മുടെ വിദേശ മാങ്ങകളുടെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ മാങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിളായ ഇന്ത്യൻ മാങ്ങനെ അതിൻ്റെ തൈകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയണ്ട, നേരെ കാലാപ്പാടി മാങ്ങയാണ് ആദ്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മാങ്ങ. വർഷത്തിൽ 3 പ്രാവശ്യം 3 മാസം മാത്രമാണ് നമുക്ക് മാങ്ങ കഴിക്കാതിരിക്കാൻ പറ്റുക ഒരു വർഷത്തിൽ. ബാക്കി 9 മാസം നമുക്ക് മാങ്ങയുടെ കാര്യത്തിൽ ഒട്ടും മോശമില്ല. പിന്നെ ക്രീമിയാണ്, കഴിക്കാൻ നല്ല മധുരമാണ്, പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അത് ചട്ടിയിലാണെങ്കിലും താഴെയാണെങ്കിലും നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കണം. കമ്പുകൾക്ക് കുറച്ച് ബലക്കുറവുണ്ട് എന്നുള്ളൊരു ന്യൂനത ഈ തൈകൾക്കുണ്ട്. പിന്നെ ഇതിൻ്റെ കായ്ച്ച ശല്യം വളരെ കുറവാണ്. ഒരു വെള്ള കളർ പൗഡർ കണ്ടില്ലേ, അത് നാച്ചുറലായിട്ട് അതിൻ്റെ മേലൊരു പൗഡർ കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് കായ്ച്ചകളൊന്നും വല്ലാതെ അതിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല. കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അത് കായ്ച്ചു നിൽക്കുമ്പോൾ. എൻ്റെ അടുത്ത് തുടങ്ങുന്ന ഒരു ബേസിക് പ്ലാന്റ് ആണത്. ഒരു 600-ലൊക്കെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ അടുത്തുള്ള ബേസിക് പ്ലാന്റ് കാലാപ്പാടിൻ്റെ. അതിൻ്റെ ഇടയിലുള്ള ഒരു പ്ലാന്റ് ആണത്. ഒരു 800 അതിൻ്റെ നേരെ മേലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഒരു 800-നൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള വലിയ പ്ലാന്റ് എന്ന് പറയാണ്. നോർമലുള്ള ഒരു വലിയ പ്ലാന്റാണ് ഈ കാണുന്നത് കാലാപ്പാടിയിൽ. ആണ് കാലാപ്പാടിൻ്റെ വലിയ പ്ലാന്റ്. ഇനി നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബംഗനാപള്ളി ബദാമി എന്നൊക്കെ പറയുന്ന ഒരു മാങ്ങയാണ്. ഇത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടെറസിലുള്ള ഒരു മാങ്ങ കാണിച്ചതാണ് കേട്ടോ. ബംഗനാപള്ളിൻ്റെ അത്യാവശ്യം സൈസുള്ള നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. മൂത്ത് പഴുത്താൽ അടിപൊളി മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൈകൾ താഴെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മാങ്ങ നന്നായിട്ട് വലുതായിട്ട് കിട്ടും. ജസ്റ്റ് ഇനി നമ്മളെ തൈകൾ ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഹെവി ജംബോ പ്ലാന്റുകളാണ്. ഈ വർഷമൊക്കെ കായ്ക്കാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ്. ഈ വർഷം കായ്ച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അടുത്ത വർഷം കായ്ക്കാൻ പറ്റിയ ഹെവി പ്ലാന്റുകളാണ് ബംഗനാപള്ളി മാവുകളാണ് ഈ കാണുന്നത്. ബദാമി എന്ന് പറയും, ആന്ധ്രക്കാരൊക്കെ ബംഗനാപള്ളി എന്ന് പറയും. ബോംബെ, പൂന ആ ഭാഗത്തൊക്കെ ഇതിന് ബദാമി എന്നാണ് പറയുക. ഗൾഫിൽ വിദേശത്തൊക്കെ ബദാമി എന്ന് പറയുന്ന ഒരു മാങ്ങയാണത്. മല്ലികയാണ്. മല്ലിക മാവിൻ്റെ ഹെവി പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് ഹെവി പ്ലാന്റിനെ കട്ട് ചെയ്തിട്ട് ഡാർക്കാക്കിയ പ്ലാന്റുകളാണ്. ഓൾമോസ്റ്റ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ പൂത്തതൊക്കെ ഇവിടുന്നൊക്കെ ആളുകൾ കൊണ്ടുപോയതാണ്. ഇനി ഒരു 2-3 പ്ലാന്റും കൂടെ ഹെവി ആയിട്ടുള്ളതുള്ളൂ. പിന്നെ ഇനി അതിൻ്റെ മീഡിയം പ്ലാന്റുകളുണ്ട്, കാണിച്ചത്. മീഡിയം പ്ലാന്റ് മാങ്ങ മല്ലികൻ്റെ അല്ല കേട്ടോ. മാങ്ങ നമ്മളെ തായ് വസ്ത്രൻ്റെ മാങ്ങയാണിത്. പക്ഷേ മാങ്ങ ഇതാണ് തൈ. ഈ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടാണ്. ഈ ഇരിക്കുന്നതൊക്കെ മല്ലികയാണ്. മല്ലികൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. മീഡിയം അല്ല, ഹെവി കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ പ്ലാന്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഷോർട്ട് തൈകളുണ്ട്, കാണിച്ചു തരാം. ഏറ്റവും വലുത് ജംബോ കാണിച്ചു, അതിൻ്റെ താഴെയുള്ളത് കാണിച്ചു. ഇനി അതിൻ്റെയും താഴെയുള്ള തൈകളാണിത്. ഇത് നമ്മളൊരു 1000-നൊക്കെ കൊടുക്കുന്ന തൈകളാണ്. ഇനി ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്, 300-400-ഒക്കെ തൈകളുണ്ട്. ഇതാണ് മല്ലികൻ്റെ ഏറ്റവും ചെറിയ തൈ. നമ്മളെ അടുത്തുള്ള ഏറ്റവും ചെറിയ തൈ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിമേലും ചിലതിലൊക്കെ പൂ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ പൂ കണ്ടിട്ടൊന്നും ആരും മോഹിക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് പൊതുവെ ഗാർഡനിൽ കാണാൻ പറ്റും പൂവിട്ടിക്കണ കായ്ച്ചിക്കണത്. അപ്പോൾ ഇതിൻ്റെ ജംബോ പ്ലാന്റൊക്കെ പൂവിട്ടതാണ് നമുക്കത് ഉപകാരപ്പെടുള്ളൂ. ഇതിൻ്റെ ബേസിക് പ്ലാന്റാണ്. ബേസിക് പ്ലാന്റ് മേൽ പൂവിട്ടതാണ് ഇത് മല്ലിക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു മാങ്ങ, കുളമ്പ് മാങ്ങയാണ് സംഭവം. വിദേശിയാണെങ്കിൽ കൂടിയിട്ടും നമ്മളെ ഇന്ത്യൻ മാങ്ങയിൽ, കേരളത്തിലെ മാങ്ങയിലേക്ക് അത് ലയിച്ച് ചേർന്നിട്ടുണ്ട്. കുളമ്പ് മാങ്ങ മല്ലികയാണ്, അത് പൂത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ കുളമ്പിൻ്റെ തൈ കാണിച്ചു തരാം. ഓക്കെ. കുളമ്പിൻ്റെ ചെറുതുമെന്ന് തുടങ്ങാം നമുക്ക്. കുളമ്പിൻ്റെ ഏറ്റവും ചെറിയ തൈയാണിത്.
ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 300 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തൈയാണത്. പിന്നെ അതിൻ്റെ നേരെ വലിയ തൈകളാണ് ഈ കാണുന്നത്. ഇതാണ് കുളമ്പിൻ്റെ ഒരു മീഡിയം തൈ. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ളത് താഴെ വെച്ച മാവാണ് കുളമ്പിൻ്റെ. അപ്പോൾ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഏർലി കായ്ക്കുന്ന ഒരു മാങ്ങയാണ്. നമുക്ക് ഏറ്റവും ആദ്യം പൂക്കുന്നതും കായ്ക്കുന്നതൊക്കെ ഈ കുളമ്പാണ്. കുളമ്പിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള മാങ്ങനാണ്. ഇപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കുളമ്പ് മാങ്ങന അതാ വീണ്. അപ്പോൾ ഇത് വാടി പഴുത്താണ്, ആയതല്ല. ഇതിങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകളെ തല തട്ടിയിട്ട് ഇതൊന്നും ജീവിക്കൂല. ഇത് ഒരു മുംബൈ പത്രി എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങയാണ്. നമ്മൾ 2 വർഷം മുന്നേ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമുക്ക് കായ്ക്കൂല എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മുംബൈ പത്രി അതൊക്കെ ഓരോ വലിയ തൈകൾ മാത്രമേ ഉള്ളൂ, ഹെവി പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇതാണ് ഹെവി അല്ല, ഒരു മീഡിയം പ്ലാന്റ്. കുളമ്പിൻ്റെ ഏറ്റവും മീഡിയം കഴിഞ്ഞാലുള്ള ഒരു വലിയൊരു പ്ലാന്റ്. നമ്മളൊരു 1500 രൂപക്കൊക്കെ കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ ഹെവി പ്ലാന്റ്. കുളമ്പിൻ്റെ ഹെവി പ്ലാന്റാണിത്. ഇതൊക്കെ പുറത്ത് കൊണ്ട് വെച്ചാൽ മാങ്ങ ആവുന്ന പ്ലാന്റുകളാണ്. ഹെവി പ്ലാന്റ് ഏകദേശം ഒരു കുറച്ചും കൂടെ ഉള്ളൂ, ഒരു 5-6 പ്ലാന്റേ ഉള്ളൂ ഹെവി പ്ലാന്റ്. ഇനി അടുത്തത് നമ്മുടെ ഹിമാപസന്താണ്. ഹിമാപസന്ത് മാങ്ങ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ മാങ്ങൻ്റെ ഒന്നും ഇപ്പം ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹിമാപസന്തിൻ്റെ അതേപോലെ തന്നെ കൊട്ടൂർക്കോണത്തിൻ്റെ ഒക്കെ പൂത്ത തൈകളാണ്. ഇതൊക്കെ ബേസിക് നമുക്കൊരു 1000-1200 ഒക്കെ റേഞ്ചിൽ വരുന്ന തൈകൾ പെട്ടതാണ് അതൊക്കെ. അതിൻ്റെ സൈസിനനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം വരും. ഇത് ചന്ദ്രകാരൻ്റെ മാങ്ങയാണ്. ചന്ദ്രകാരൻ്റെ ഒരു മീഡിയം പ്ലാന്റ് ആണ്. മീഡിയം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമൊക്കെ കായ്ക്കാനായ തൈകളാണ് കേട്ടോ. അത്ര വളരെ ചെറിയ തൈകളല്ല, എൻ്റെ അടുത്തുള്ള ചെറിയ തൈകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതൊക്കെ ഹിമാപസന്തിൻ്റെ പൂത്ത തൈകളാണ്. ഹിമാപസന്ത്, നാസിപസന്ത് അങ്ങനെയുള്ള തൈകളാണ്. ഇത് പ്രിയൂരിൻ്റെ കുറച്ച് തൈകളാണ്. ഹെവി പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഇത് മല്ലിക താഴെ വെച്ചതാണ് കേട്ടോ. ഇതേതാണ് ഈ പൂത്ത് കിടക്കുന്നത്. ഇതൊക്കെ ബംഗാളിൻ്റെ മാങ്ങകളാണ്. ദശേരിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഹിംസാഗർ, കൽക്കത്തൻ്റെ ഒരു മാങ്ങയാണ് ഹിംസാഗറൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഹിംസാഗറൊക്കെ നമ്മളെ നാട്ടിൽ കായ്ക്കാൻ കുറച്ച് ലേറ്റാണ്. ഇത് കുറച്ച് ഹെവി പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ആയപ്പോൾ അതൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാങ്ങേൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇതാരും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കോശേരി മാവിൻ്റെ ഡ്രമ്മിലുള്ളൊരു തൈയാണ് കോശേരീൻ്റെ. അതിൻ്റെ ബാഗിലുള്ള തൈകൾ കാണിച്ചു തരാം. കോശേരീൻ്റെ തൈകളാട്ടോ. കോശേരീൻ്റെ ഒരു മീഡിയം പ്ലാന്റ്, അടുത്ത വർഷമൊക്കെ കായ്ക്കാനായ പ്ലാന്റുകളാണ് കോശേരീൻ്റെ. ഇത് നമ്മുടെ സ്വർണ്ണരേഖ എന്ന് പറയും. ഏകദേശം നാസിപസന്തും സ്വർണ്ണരേഖയൊക്കെ ഒരേ ലീഫും ഒരേ മാങ്ങ തന്നെയാണ്. വലിയൊരു വ്യത്യാസമൊന്നും പറയാനില്ല. ഇതൊക്കെ പൂത്ത തൈകളാണ്. അതൊക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ പെട്ടതാണ്. 800 രൂപ 1000 രൂപ ആ റേഞ്ചിൽ വരുന്ന തൈകളാണ്. ഈ മാങ്ങകളൊക്കെ, ഇന്ത്യൻ മാങ്ങകളൊക്കെ ഏകദേശം ഒരു 1000-1500 ഉള്ളിൽ വലിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കോട്ടൂർക്കോണം. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഓരോന്നും എടുത്ത് കാണിച്ചു തരാനുള്ളൊരു സൗകര്യമില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ നഴ്സറിയൊക്കെ ഒന്ന് വിപുലീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്പേസൊക്കെ ആയാൽ സെപ്പറേറ്റ് വെക്കാം. പിന്നെ അടുത്തത് നീലം മാങ്ങയാണ്. നീലത്തിൻ്റെ പൂത്ത തൈകളാണ് ഈ കാണുന്നത്. ഒരു ആവറേജ് മീഡിയം തൈകളാണ്. ഹെവി പ്ലാന്റ് എന്നൊന്നും പറയാനില്ല, എങ്കിലും അത്യാവശ്യം വലിയ പൂത്ത് തുടങ്ങാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൻ്റെ തൈകളാണത്. 4 kg മാവാണ്. 4 kg ഇവിടെ ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്.
ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ തൈകൾ വിറ്റാൽ മാത്രം പോരല്ല, ആ വിൽക്കുന്ന തൈകളുടെ മാങ്ങ എങ്ങനെ ഉണ്ടെന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരണം. ഇതൊക്കെ ഉണ്ടല്ലോ 4 kg. ഇത് 4 kg ഒന്നല്ല, 5 kg ഉണ്ട് അല്ലേ? 5 kg മാങ്ങാണിത്, 5 kg. 4 kg ഒന്നല്ല. എന്തായാലും ഒരു 2-2.5-3 കിലോ ഉണ്ടാവും കേട്ടോ. 3 കിലോൻ്റെ ഒരു മാങ്ങയാണ്. ഇതൊക്കെ ഒരു സംഭവം മാങ്ങയാണ്. ഇതൊക്കെ കായ്ച്ച് കിട്ടിയ ഡ്രമ്മിൽ വെച്ച തൈയാണ്. അപ്പോൾ ഏകദേശം പൂത്ത് കന്നിമാങ്ങൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി താഴെ വെച്ചൊരു തൈയുണ്ട്, അതും പൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ 4 kg മാങ്ങ ഉണ്ടാവുമോ ഒക്കെ പല സംശയങ്ങളുണ്ട് ഓരോരുത്തർക്ക്. അപ്പം അത് ജസ്റ്റ് ആ സംശയ നിവാരണത്തിനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് മാങ്ങയാണ്. ഇത് താഴെ വെച്ചൊരു തൈയാണ്. അപ്പം അതും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് 4 kg. അപ്പോൾ ഈ വർഷം നമ്മൾ വല്ലാണ്ട് പ്രതീക്ഷിക്കേണ്ട, ആദ്യത്തെ പൂവിടലാണ്. അടുത്ത വർഷം മുതലൊക്കെ നമുക്ക് അതിൻ്റെ ഈൽഡ് കിട്ടിത്തുടങ്ങും. ഇനി അഥവാ ഈ വർഷം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണും ചെയ്യാം. കാരണം ഞാൻ വല്ലാണ്ട് പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. കാരണം ആദ്യത്തെ ഫ്ലവറാണ്. ഇപ്പോൾ കൊടുന്ന് വെച്ചിട്ട് ഒരു 1.5 വർഷം, ഏകദേശം 2 വർഷം ആവാനായി. 1.5 വർഷം ആയിട്ടുള്ളൂ. കഴിഞ്ഞ ബാച്ചിൽ കൂടുന്ന തൈകൾ പെട്ടാണിത്. കഴിഞ്ഞ ആഴ്ചയല്ല, അതിൻ്റെ മുമ്പത്തെ ബാച്ചിൽ. അപ്പോൾ ഇതൊക്കെയാണ് നാടൻ മാവുകളുടെ. ഇനി കാണിക്കാനുള്ള നമ്മുടെ കേസരിയാണ്. ഹെവി പ്ലാന്റുകളാണ്. ഡ്രമ്മിലുള്ള 10,000-ൻ്റെ തുടങ്ങുന്ന ഡ്രമ്മിലുള്ള ഹെവി പ്ലാന്റുകളാണിത്. കൊല കൊത്തി പൂക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വെച്ച്. കേസർ മാങ്ങ ബോംബെക്കാരെ ഏറ്റവും ഒരു ഫേവറേറ്റ് മാങ്ങയാണ് കേസരി, ദശേരി, അൽഫോൺസ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്ക് നേരെ അൽഫോൺസയൊക്കെ കിടക്കാം. ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ചട്ടിയിൽ വെച്ച് കായ്ച്ച ഒരു അൽഫോൺസിൻ്റെ മരമാണ്. പുറത്താണ്. ഞാൻ എൻ്റെ വീട്ടിൽ കായ്ച്ച മരം മുന്നേ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം pH ലെവലാണ്. pH ഒരു ഹൈയിലേക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അൽഫോൺസ. മാക്സിമം നമുക്കൊരു 7-ൻ്റെ മുകളിൽ 8 വരെയൊക്കെ കിട്ടുന്നിടത്താണെങ്കിൽ അത്യാവശ്യം ഫ്രൂട്ട് പിടിക്കുന്നുണ്ട്. എൻ്റെ വെള്ളത്തിൻ്റെ pH വളരെ കുറവാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ അൽഫോൺസ രത്നഗിരി, ബോംബെ അൽഫോൺസ എന്ന് പറയും. ഇതാണ് കളർ കണ്ടില്ലേ? ആണ് അൽഫോൺസ രത്നഗിരിക്കാണ് നമ്മൾക്ക് ഇതേപോലെ ചുവപ്പ് വരുള്ളൂ. ഈ കളർ ബൽസാഡിന് മാങ്ങ കുറച്ച് വലുപ്പം ഉണ്ടാവും, പക്ഷെ ഇത്ര ചുവപ്പ് ഉണ്ടാവില്ല. നമ്മുടെ മാങ്ങൻ്റെ പഴയ രാജാവാണ്. ഇപ്പോൾ കുറേ മാങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ടും ഇപ്പോഴും വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ബാഗിലുള്ള പ്ലാന്റാണ് ഇത്. അൽഫോൺസ കേട്ടോ. അൽഫോൺസിൻ്റെ നമ്മളടുത്ത് സ്റ്റാർട്ടിങ് തുടങ്ങുന്നൊരു പ്ലാന്റാണിത്. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. ചെറിയ പ്ലാന്റ് ഇല്ല നമ്മളടുത്ത്. ഒക്കെ ഒരു 1-2 വർഷം കൊണ്ടൊക്കെ കായ്ക്കാനായ തൈകളാണ്. ഇതാണ് ബേസിക് പ്ലാന്റ് നമ്മളടുത്തുള്ള അൽഫോൺസിൻ്റെ. ഇനി അതിൻ്റെ വലിയ പ്ലാന്റ് കാണിച്ചു തരാം. അപ്പോൾ ആ ചെറിയ പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്ലാന്റാണിത്. ഹെവി പ്ലാന്റ് എന്ന് പറയാനില്ലെങ്കിലും അത്യാവശ്യം ഒരു സെമി ഹെവി പ്ലാന്റാണ്. ഇതാണ് അൽഫോൺസ രത്നഗിരി എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇനി ഇതിൻ്റെ ജംബോ പ്ലാന്റ് കാണിച്ചത്. ഇതാണ് നമ്മുടെ അൽഫോൺസിൻ്റെ നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ വലിയ പ്ലാന്റ് എന്ന് പറയാൻ പറ്റിയ ഹെവി പ്ലാന്റുകൾ. ഈ കാണുന്നതൊക്കെയാണ് ഇതൊക്കെ അൽഫോൺസിൻ്റെ പ്ലാന്റുകളാണ്. ഇത് കേസറിൻ്റെ നേരത്തെ ഡ്രമ്മിലുള്ള കാണിച്ചില്ലേ, അതിൻ്റെ ബാഗിലുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ. കേസറിൻ്റെ ഈ കാണുന്നതൊക്കെ കേസറിൻ്റെ പ്ലാന്റുകളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അൽഫോൺസിൻ്റെ പ്ലാന്റുകളാണ്. ഇനി നമുക്ക് നേരെ തനി നാടൻ മൂവാണ്ടലിലേക്ക് കിടക്കാം.
വൈറ്റ് മൂവാണ്ടൻ എന്നൊക്കെ പറയും. മൂവാണ്ടൻ്റെ പൂത്തതും കായ്ക്കാനതും കായ്ച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയ പ്ലാന്റുകളാണ്. വളരെ ചെറിയ പ്ലാന്റുകളില്ല, ഇതിൽ 1000 തുടങ്ങുന്ന പ്ലാന്റുകളാണ് ഉള്ളത്. ഇതാണ് മൂവാണ്ടൻ. ഇനി ഇതിൻ്റെ നേരെ താഴെയുള്ളൊരു പ്ലാന്റ്, മീഡിയം പ്ലാന്റുകളാണ്. അതല്ലേ എന്താ കടവണ്ണും അതിൻ്റെ ഗെറ്റപ്പും ജസ്റ്റ് കണ്ടാൽ മതി. അതിൽ കുറേ എണ്ണം പൂത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ പൂത്ത് കിടക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ പൊട്ടിച്ച് കളയണം. അടുത്ത വർഷം മുതൽ നിങ്ങൾ ഇതിനെ നിർത്തിയാൽ മതി. ഇതാണ് മൂവാണ്ടൻ. ഇനിയുള്ളത് നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങാണ്. കണ്ണൂർക്കാരെ സ്വന്തം കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറയും. ഇതൊക്കെ കുറ്റ്യാട്ടൂർ മാങ്ങൻ്റെ തൈകളാണ്. കുറ്റ്യാട്ടൂറിൻ്റെ തൈകളാണ്. ഇപ്പോൾ 1 വർഷം കൊണ്ട് കായ്ക്കാനായ തൈകളാണ്. ചെറിയ തൈമേൽ പൂവിട്ടതല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ 1 വർഷം കൊണ്ട് കായ്ക്കാനായ തൈകളാണ്. ഇതൊക്കെ കുറ്റ്യാട്ടൂറിൻ്റെ തൈകളാണ്. പിന്നെയുള്ളതാണ് മൽഗോവ. ഈ ഇരിക്കുന്നതൊക്കെ മൽഗോവയാണ്. മൽഗോവയുടെ പൂത്തതൊക്കെ കണ്ടിരുന്നു. ഇതൊക്കെ മൽഗോവൻ്റെ തൈകളാണ്. ഒക്കെ ഹെവി പ്ലാന്റുകളാണ് കേട്ടോ, ചെറിയ പ്ലാന്റുകളല്ല. ഒരു മീഡിയം 1000 മുകളിലേക്കുള്ള പ്ലാന്റുകളാണ്. ഇത് നേരത്തെ കാണിച്ചു, കൊട്ടൂർക്കോണം. ഓക്കെ, ചന്ദ്രകാരൻ്റെ ചെറിയ തൈയാണിത്. ചന്ദ്രകാരൻ്റെ ചെറിയ തൈയാണ്. നമ്മൾ താഴ്ത്തി വെച്ചൊരു മാവാണ്. അപ്പോൾ അതിങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇലകളൊക്കെ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി. ഇപ്പോൾ വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഉണ്ണിമാങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് ചന്ദ്രകാരൻ്റെ. ഇതൊക്കെ നമ്മുടെ നാടൻ മാവിൽപ്പെട്ട കുറേ മാവുകളാണ്. മുണ്ടപ്പ, മുന്തിരി, പുളഞ്ചി, അസോർട്ടഡാണ്. ഇതൊക്കെ അങ്ങനെ മിക്സ് ആയിട്ടാണ്. ഇതൊക്കെ നാടൻ മാവുകൾ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാൻ പറ്റിയ മുണ്ടപ്പ ഉണ്ട്, മുന്തിരി പുളിഞ്ചി ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് മാവുകളാണ്. ഇതൊക്കെ ഹിമാപസന്തിൻ്റെ ചെറിയ തൈകളാണ്. അത് വേണ്ടവർക്കൊക്കെ അങ്ങനെ വേണ്ടവർക്ക് വളരെ ചെറിയ തൈകൾ എന്ന് പറഞ്ഞാലും അത്ര ചെറുതെന്ന് പറയാനൊന്നുമില്ല. ഹൈറ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇന്നെക്കാട്ടി ഉണ്ട്. പക്ഷെ പ്രായം കൊണ്ട് ഒരു 2 വർഷമായ തൈകളാണ്. നമ്മളെ നാടൻ മാവിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇത്രയും മാങ്ങകളൊക്കെ ഉള്ളൂ. അനേകായിരം മാങ്ങകളുണ്ട്. കാരണം ഓരോ നാട്ടിലും ഓരോ പ്രത്യേക ഓമന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് മാങ്ങകളുണ്ട്. അപ്പോൾ അതൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊക്കെ അവരവരുടെ നാട്ടിൽ നിന്ന് വാങ്ങി വെക്കുക. കോമൺ ആയിട്ടുള്ള കുറച്ച് മാങ്ങകളാണ് നമ്മുടെ പറഞ്ഞ പോലെ കാലാപ്പാടി, ബംഗനാമ്പള്ളി, അതേപോലെ തന്നെ മല്ലിക, ദശേരി, കേസരി, അൽഫോൺസ, മൂവാണ്ടന്, ഹൈബ്രിഡ് ഇനങ്ങളിൽപ്പെട്ടത്, അങ്ങനെയുള്ള കുറച്ച് മാവുകളുടെ ഒരു കളക്ഷൻ ചന്ദ്രകാരന്. അത്യാവശ്യം കുറച്ച് മാവുകളേ ഉള്ളൂ. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വിദേശ മാവുകളാണ്. അതിൻ്റെ ഇടയിലേക്കൊക്കെ അത്യാവശ്യം വേണ്ടവർക്ക് ഇങ്ങനെയുള്ള നാടൻ മാവുകളും കൊടുക്കുന്നുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ്, തിരൂർ.